യാത്രയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളും കുറച്ച് ഡ്രസ്സും മാത്രമാണ് കൈപിടിക്കുന്നത്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ്, അതില്ലാതെ തന്നെ പോകാൻ പറ്റില്ലല്ലോ. എന്താ പറയുക, ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, അതുപോലെ ബീഫ് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു, ചിക്കൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു, പിന്നെ നേന്ത്രപ്പഴം, കൊള്ളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സ്, മമ്മിയുടെ വക ഉണ്ണിയപ്പവും വണ്ടിപ്പിട്ടൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ ഐറ്റംസ് ഒക്കെ അവിടെ പോയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയിട്ട് റൂമിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഇവിടെ നെറ്റ് വലിച്ച് കൊണ്ടുപോകണ്ടല്ലോ. ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ആക്കിയെന്ന് പറയാം. ഞങ്ങൾ രാത്രി 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അച്ചാച്ചൻ്റെ മകൻ വന്നിട്ട് ടിക്കറ്റും ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിന്റ് എടുത്ത് കയ്യിൽ തരുന്നത്. എവിടെ, എയർപോർട്ടിൽ പോകുന്ന വഴിക്ക്. കാറിലിരുന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഏതാ ഫ്ലൈറ്റ് എന്ന് വരെ ഞാൻ നോക്കണത്. അത്രയും ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 5:20 ഫ്ലൈറ്റ് കാലിക്കറ്റിൽ നിന്നാണ്. അപ്പോൾ ഒരു ഇതെല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് കെട്ടി പെട്ടെന്ന് റെഡിയായി നമ്മൾ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്ലോക്ക് ഉണ്ടാവിച്ചിട്ട് മമ്മി പിന്നെ അവിടെ ഉണ്ടായിരുന്നു കല്ലുമ്പുറത്ത്. ഏട്ടനും ജിഷിയും ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഫ്രമും ടു ഒക്കെ എഴുതണതും പേരെഴുതണതൊക്കെ നമ്മൾ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുക ചെയ്യാറ്. പക്ഷെ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മാർക്കർ കൊണ്ട് എഴുതി തള്ളിവിട്ടു. പിന്നെ ബോക്സ് പഴയതൊരെണ്ണം ജോബിച്ചൻ്റെ എപ്പോഴോ കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ബലം തോന്നിയില്ല. അങ്ങനെ നമ്മൾ രാത്രി 11:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ നോക്കി ഇറങ്ങിയതാണ്, പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് അവിടെ എത്തി ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് നല്ല അസ്സല് മഴ പെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്നെ എയർപോർട്ടിലാക്കി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നെ നല്ല മഴ പെയ്യുന്നത്. അപ്പോൾ ഞാൻ സേഫായിട്ട് എത്തി.